കേരളത്തിന്റെ വ്യവസായ വളർച്ചയെ പ്രകീർത്തിച്ചുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തിൽ യുഡിഎഫിൽ വിവാദം കനക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് ഘടകവിരുദ്ധമായ അഭിപ്രായം വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്ന് പറയണമെന്ന് യുഡിഎഫ് കൺവീനർ എം ഹസൻ പറഞ്ഞു. ആവശ്യമുണ്ടെങ്കിൽ സ്ഥാനമൊഴിയാമെന്നാണ് ഇതിനോട് തരൂരിന്റെ മറുപടി. കേന്ദ്ര സർക്കാർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ലേഖനത്തിലെ നിരീക്ഷണം. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണെന്നും തരൂർ പറഞ്ഞു. CPM-നെതിരെയും RSS-നെതിരെയും പട നയിക്കേണ്ട ആളാണ് താനെന്ന ബോധ്യം തരൂരിനുണ്ടാകണമെന്ന് VT ബൽറാമും വിമർശിച്ചു. തരൂർ വിവാദത്തിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തി. കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ ബോധ്യപ്പെട്ടാൽ തിരുത്തുമെന്ന് ശശി തരൂർ പറഞ്ഞു. ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം വാസ്തവത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി, കേരളത്തിലെ ഒരു MP അല്ലേ, അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അപേക്ഷ കൊടുത്ത ആളുകൾ എത്ര കാലം കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം നേരിട്ട് അവരോട് അന്വേഷിച്ചിട്ട് ഇത് എഴുതിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഏറ്റവും അത്യുന്നത സമിതിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാണ്. നമുക്കിപ്പോൾ ഞാൻ UDF കൺവീനറാണ്. എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. ഒരു പാർട്ടിയുടെ MP കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയിലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ. ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെക്കുറിച്ച് മൊത്തം എഴുതിയതല്ല. ഞാൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ച് മാത്രമാണ്. അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കേരളത്തിൻ്റെ എക്കോണമിയെക്കുറിച്ച് പല കുറ്റങ്ങളുണ്ട്, പല കുറവുകളുണ്ട്, പല കാര്യത്തിൽ നന്നാക്കാൻ ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. നമ്മൾക്കറിയാം നമ്മുടെ തൊഴിലില്ലായ്മ ഭയങ്കര ഹൈയാണ്. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് യുവ തൊഴിലില്ലായ്മ. ജമ്മു ആൻഡ് കശ്മീർ കഴിഞ്ഞിട്ട് എല്ലാം വെച്ച് മോശം ഇന്ത്യയിൽ കേരളമാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർഷക മേഖലയിലുള്ള ക്രൈസിസ്, അത് കാഷ്യൂ ആയാൽ ശരി, റബ്ബറായാൽ ശരി, പൈനാപ്പിൾ ആയാൽ ശരി, നമ്മളെല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്. എല്ലാം ബുദ്ധിമുട്ടിലാണ്. നമ്മൾ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഇപ്പോൾ കൂടി നഷ്ടത്തിലാണ്. ഭൂരിപക്ഷം ഒരു 80% നമ്മുടെ PSUs നഷ്ടത്തിലാണ് ഇരിക്കുന്നത് കേരളത്തിൽ. സ്റ്റേറ്റ് PSUs ആണ് ഞാൻ പറയുന്നത്. അതേപോലെ ഓരോരോ കാര്യത്തിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലയെക്കുറിച്ച് ഞാൻ എത്ര സംസാരിച്ചിട്ടുണ്ട്, പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ സർക്കാർ ചെയ്യുന്ന നമ്മളുടെ എക്കോണമിയെ നയിക്കുന്നത് എല്ലാം 100% കൃത്യമാണെന്ന്. ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയത്തിനെക്കുറിച്ച് പറഞ്ഞു. അതിലും ഫാക്ട്സും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് അഥവാ ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വേറെ ഫാക്ട്സ് ഇറക്കിയാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമില്ലാതെ ഞാൻ എഴുതില്ല, സംസാരിക്കില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഈ സർക്കാരിനോ ഈ സർക്കാരിൻ്റെ നയിക്കുന്ന എക്കോണമിക്ക് ഒരു 100% മാർക്ക് കൊടുത്തിട്ടില്ല. ഒരു മേഖലയിൽ അവർ ചെയ്ത കാര്യത്തിൽ ഞാൻ റിപ്പോർട്ടിൽ വായിച്ചിട്ട് അതിനെ കോട്ട് ചെയ്ത്